അങ്ങനെ ഗൈസ് നമ്മുടെ ടിഷ ബേബി ഇതാ വേദിയിൽ പഴംപൊരി തിന്നാൻ പോകുന്ന ടിഷ ബേബി. വേദി 1 ടിഷ ബേബി തിന്നുന്ന പഴംപൊരി. വേദി 2 ജിബ്രാൻ തിന്നുന്ന പഴംപൊരിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദി 3 ഇബ്രാഹിം തിന്നുന്ന പഴംപൊരി ഇതാ പകുതിയിലും മുക്കാലും അണ്ണാക്കിൽ കൊടുക്കാൻ പോകുന്നു. വേദി 4 അബ്രു പുറത്താണ്. അതുകൊണ്ട് വേദി 5 കുഞ്ഞോൾ പഴംപൊരി തിന്നുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടു. കുഞ്ഞോൾ സഹകരിച്ചിട്ടുണ്ട്. അല്ലടാ, അന്നെ വേദിക്ക് പഴംപൊരി തിന്നാൻ വിളിച്ചാൽ എന്താ ഇത്ര വലിയ ടൈറ്റ്? എന്താ ഡിമാൻഡ്? അതവിടെ നിന്നോട്ടെ. ഇവിടെ വന്നാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. അടിച്ചല്ലേ നടക്കാണ്ട് നടക്ക് നടക്ക് നടക്ക്. എന്നാ ഇവിടെ വന്നാ, അവതോടെ വന്നാ, അവതോടെ വന്നാ. ഓനക്കില്ല പഴംപൊരി എടുത്താ. ഓക്കെ, ഇങ്ങോട്ട് ഇനി അടിച്ചടാ. വേദി 6 ശ്രീ ഔദക്കുഞ്ഞ് തിന്നുന്ന പഴംപൊരി. ഓൻ്റെ തീറ്റേണ്ട ബേറലോൽ കൂടി പഴംപൊരി തിന്നാലും മൂട് പോവും. എന്താ ചേർന്ന് ചില്ലറ ചടപ്പിക്കലൊന്നല്ല. എന്ത് എന്ത് പഴംപൊരി എനിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളി. അപ്പോൾ ഗൈസ് കുറേ ആളുകൾ ചോദിച്ചു എന്തെങ്കിലും വ്ളോഗ് ഇടാത്ത. അപ്പോൾ വ്ളോഗ് ഇട്ടപ്പോൾ ഇവരാരും കാണുന്നില്ല. കുഞ്ഞോളെ വ്ളോഗ് എവിടെ ഇരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ വ്ളോഗ് ഇട്ടിക്കണ വല്യമ്മാൻ്റെ അടുത്ത് പോയി പഞ്ചഗുസ്തി കൂടി. വല്യമ്മ ചക്ക സമ്മാനം തന്നു അല്ലേ. അവ കുറേ കാലമായിട്ട് വല്യമ്മയൊക്കെ ഫുള്ള് ഹോസ്പിറ്റൽ കേസ് ഇതായിട്ട് സുഖമില്ലാതെ നിൽക്കേനി. അപ്പോൾ ഇന്ന് നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ട് വ്ളോഗൊക്കെ ഇട്ടിക്കണ വല്യമ്മാൻ്റെ അടുത്തൊക്കെ പോയിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടു. ഒരു ലൈക്ക്, ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലൊക്കെ ഒരു ലൈക്ക്, ഒരു കമൻറ്റും അല്ലേ. ഒരു ഐ ലവ് യു വേണ്ടേ.